രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ വിവാദത്തിൽ രാഹുലിന്റെ ചാറ്റും കൂടുതൽ ശബ്ദരേഖയും പുറത്തു വന്നിരിക്കുന്നു. എന്തിനാണ് കുഞ്ഞിനെ കൊല്ലാൻ ആവശ്യപ്പെടുന്നതെന്നും കുട്ടി വേണമെന്ന് വാശി പിടിച്ചത് താനല്ലല്ലോ എന്നും യുവതി രാഹുലിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇതിനൊന്നും രാഹുൽ മറുപടി പറയുന്നില്ല. ആശുപത്രിയിൽ പോയി ഗർഭഛിദ്രം നടത്താൻ യുവതിയെ രാഹുൽ നിർബന്ധിക്കുന്നത് ശബ്ദരേഖയിൽ വ്യക്തമാണ്. രാഹുലും പെൺകുട്ടിയും തമ്മിലുള്ള ശബ്ദരേഖ ന്യൂസ് മലയാളം ചാനലാണ് പുറത്തുവിട്ടത്. രാഹുൽ യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്നതിന്റെയും വധഭീഷണി മുഴക്കുന്നതിന്റെയും ശബ്ദരേഖ നേരത്തെയും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതുവരെയായി പുറത്തു വന്ന ചാറ്റുകളെക്കുറിച്ചോ ശബ്ദരേഖകളെക്കുറിച്ചോ സംസാരിക്കാൻ രാഹുൽ തയ്യാറായിട്ടില്ല. ഇപ്പോൾ പുറത്തു വന്ന ശബ്ദരേഖ രാഹുലിൻ്റെതാണോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാനോ നിഷേധിക്കാനോ തയ്യാറാകാതെ ഉരുണ്ട് കളിച്ച രാഹുൽ മാധ്യമങ്ങളെ ധാർമ്മികത പഠിപ്പിക്കാൻ പക്ഷെ മറന്നിട്ടില്ല. നിരന്തരം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടും തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചും ചോദ്യം ചോദിക്കുന്ന മാധ്യമ പ്രവർത്തകരെ അധിക്ഷേപിച്ചും തന്റെ സ്വതസിദ്ധമായ വ്യാജത്തിൽ പൊതിഞ്ഞ തിണ്ണമിടുക്കിൽ ഇനിയും മുന്നോട്ട് പോകാമെന്ന ധാർഷ്ട്യമാണ് പുതിയ വെളിപ്പെടുത്തലിലും പ്രകടമാകുന്നത്. വിവാദങ്ങൾ കെട്ടടങ്ങിയെന്ന് മനസ്സിലാക്കി നീണ്ട ഇടവേളയ്ക്ക് ശേഷം പാലക്കാട് എത്തുകയും മാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്ത രാഹുൽ വീണ്ടും മുഖ്യധാരയിലേക്ക് കടന്നു വരുന്നതിനിടയിലാണ് സമാനമായ മറ്റൊരു വെളിപ്പെടുത്തൽ കൂടി വരുന്നത്. നേരത്തെ വന്ന വെളിപ്പെടുത്തലുകളിൽ പരാതിയില്ല എന്ന കാരണത്തിലാണ് രാഹുൽ രക്ഷപ്പെട്ടതെങ്കിൽ ഇതാ ഇപ്പോൾ പുറത്തു വന്ന ശബ്ദരേഖയിലെ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നാണ് അറിയുന്നത്. കുട്ടി വേണമെന്നുള്ളത് രാഹുലിന്റെ പ്ലാനായിട്ടും എന്തിനാണ് ഇപ്പോൾ മാറുന്നതെന്ന് യുവതി ചോദിക്കുന്നുണ്ട്. ഇതിന് ഉത്തരം നൽകാതെ യുവതി അസഭ്യം പറയുകയാണ് രാഹുൽ ചെയ്യുന്നത്. ലൈംഗികാരോപണ വിഷയത്തിൽ നിന്ന് രാഹുലിനെ മോചിപ്പിച്ച് മറ്റു വിഷയങ്ങളിൽ മാത്രം ആവർത്തിച്ച് വാർത്തയും ബൈറ്റും നൽകി രക്ഷിച്ചെടുക്കാനുള്ള ശ്രമം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. മീഡിയ വൺ അടക്കമുള്ള ചാനൽ BGM ഇട്ട് ഹീറോ പരിവേഷം നൽകിയാണ് രാഹുലിനെ തിരിച്ചു കൊണ്ടുവരുവാൻ ശ്രമിച്ചത്. അത്തരം മാധ്യമ ശ്രമങ്ങൾക്ക് കൂടിയാണ് ഇപ്പോൾ തിരിച്ചടി നേരിട്ടത്. അതുകൊണ്ട് രാഹുലിനെ തിരികെ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളും പണം വാങ്ങി രാഹുലിന് വേണ്ടി PR പണിയെടുക്കുന്ന സിനിമാ നടിമാരും നിസ്സഹായായ ആ പെൺകുട്ടിയുടെ നിലവിളി കേൾക്കണം. എനിക്ക് നിന്നെ ഗർഭിണിയാക്കണമെന്ന് പറയുന്ന, പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യില്ല എന്ന് വാശി പിടിക്കുന്ന, അതിനുശേഷം ഉണ്ടാവുന്ന കോൺസിക്വൻസായ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം ഒഴിയാൻ ശ്രമിക്കുന്ന, നിർബന്ധിച്ച് അബോർഷന് പ്രേരിപ്പിക്കുന്ന, അയാളുടെ വാശിയുടെ പുറത്ത് ഗർഭിണിയായ സ്ത്രീയോട് വഴിയെ പോകുന്ന അപരിചിതയോട് കാണിക്കുന്ന കരുണ പോലും കാണിക്കാത്ത, അവരെ കേട്ടാൽ അറക്കുന്ന തെറി വിളിക്കുന്ന ഒരാൾ, അയാളെ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആർക്കാണ് തെടുക്കാം? അതിലൂടെ എന്ത് സന്ദേശമാണ് കോൺഗ്രസും മാധ്യമങ്ങളും നൽകാൻ ശ്രമിക്കുന്നത് എന്നുകൂടി പറയാൻ ബാധ്യതയുണ്ട്. ഈ ബഹളമൊക്കെ കെട്ടടങ്ങുമ്പോൾ രാഹുൽ എന്തൊരു മനുഷ്യൻ എന്ന മട്ടിൽ വീണ്ടും BGM ഇട്ട് വാർത്ത തയ്യാറാക്കാൻ ഒരുങ്ങുന്ന മാധ്യമ പ്രവർത്തകർക്കും ഈ പൊട്ടൻഷ്യൽ റേപ്പിസ്റ്റിനെ നിലയ്ക്ക് നിർത്താനുള്ള ബാധ്യതയുണ്ട്.